ഇന്ന് നമ്മുടെ യാത്ര റോമിൽ നിന്നും 3 മണിക്കൂർ അകലെയായി ഇറ്റലിയിലെ അദ്രിയാറ്റിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ലൊറെറ്റോയുടെ ദേവാലയത്തിലേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മള് അങ്കമാലി ഇറ്റലി സംഘടിപ്പിക്കുന്ന ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവളെ, നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണംഗമിപ്പോ നിൻ തൃപ്പാദത്തിൽ കരുണയാമംബികെ നന്മ പൂർണ്ണേ, കരിയുടെ രാജനകൾ കനിവോടെ കേട്ടു നീ അഭയമേകൂ. എത്രയും ദയുള്ള മാതാവിരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവളെ, നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ലൂർദിനും ഫാത്തിമയ്ക്കും ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ 3ാമത്തെ മേരി ദേവാലയം കൂടിയാണ് ഇത്. അങ്കമാലി ഫ്രണ്ട്സ് ഇറ്റലിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ 2ാമത്തെ ട്രിപ്പാണിത്. ആദ്യത്തെ ട്രിപ്പ് ഗയേത്തയിലേക്കായിരുന്നു. ഗയേത്ത ട്രിപ്പിൻ്റെ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ട്രിപ്പിന് ആദ്യം ഒരു ബസ്സാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വീണ്ടും ആളുകൾ ട്രിപ്പിന് വരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ 2 ബസ്സുകളിൽ ആയിരുന്നു ഞങ്ങളുടെ യാത്ര, അതും ഫുൾ സീറ്റ്. അങ്ങനെ ഹൈവേയിലൂടെ ഞങ്ങളുടെ ബസ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തുരങ്കപാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് തുരങ്കപാതയിൽ കയറി ഇറങ്ങി വേണം നമുക്ക് പോകുവാൻ. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ പിള്ളേർ ആട്ടവും പാട്ടുവുമായി നല്ല സന്തോഷത്തിൽ അടിച്ചു തിമിർക്കുകയാണ്. ബസ് നമ്പർ 1 ആഘോഷമാണ് നമ്മിപ്പോൾ കാണുന്നത്. നമ്മൾ കടന്നു പോകുന്ന വഴികളുടെ ഇരുവശവും കണ്ണിന് കുളിർമ നൽകുന്ന കുന്നിൻ ചരിവുകളും മലകളുമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഈ യാത്രയിലുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ ഓരോ സ്ഥലങ്ങളും നോക്കിക്കാണുകയാണ്. മഞ്ഞുകാലം ആയതിനാൽ മരങ്ങളിൽ ഇലകൾ ഒന്നും തന്നെ ഇല്ലാതെ ശിഖരങ്ങൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടും കാണാൻ എന്തു ഭംഗിയാണല്ലേ. ഇന്ന് ഞായറാഴ്ച ആയതിനാലും അതിരാവിലെ തന്നെ യാത്ര പുറപ്പെട്ടതിനാലും റോഡുകളിൽ തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത തുരങ്കപാതയിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡ് നിർമ്മാണ രീതി തന്നെ എത്ര മനോഹരമാണ്. ഇതിലും മികച്ച റോഡുകൾ നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു.
ഇത് ഞങ്ങളുടെ ഒപ്പമുള്ള രണ്ടാമത്തെ ബസ്സിലെ പിള്ളേരുടെ ആഘോഷമാണ്. ഈ തുരങ്കപാത കഴിയുമ്പോൾ നമുക്ക് അകലെയായി മഞ്ഞുമലകൾ കാണാൻ സാധിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞു. അതാ അകലെയായി മഞ്ഞു മൂടിക്കിടക്കുന്ന മലകൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം നല്ല മഴ ലഭിച്ചതിനാൽ കുറേ മഞ്ഞ് ഉരുകിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മഞ്ഞുമലയിലേക്കാണ് കാമ്പോ ഫെലീച്ചെ ടൂർ വരുന്നത്. മഞ്ഞിൽ കുളിച്ചു കിടക്കുന്ന മലയിലേക്കുള്ള ട്രിപ്പ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ പച്ചപ്പിൽ പുതഞ്ഞ ചെറിയ ഗ്രാമങ്ങൾ കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുന്നതിനും ടോയ്ലറ്റിൽ പോകുന്നതിനും വേണ്ടി സൗകര്യമുള്ള ഒരു ബസ് സ്റ്റേഷനിൽ എത്തി. 20 മിനിറ്റ് സമയമാണ് ഇവിടെ ചിലവഴിക്കാൻ തന്നിരിക്കുന്നത്. എന്നാലേ നമുക്ക് ലൊറേറ്റയിൽ എത്തി കാഴ്ചകൾ കണ്ട് തിരിച്ച് സമയത്തിന് എത്തുവാൻ സാധിക്കൂ. ഇവിടെ നിന്നും 1 മണിക്കൂർ കൂടി യാത്രയുണ്ട് ലൊറേറ്റയിലേക്ക്. ഇവിടെ നിന്നാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന വലിയ മലനിരകൾ കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ബസ്സിൽ തിരിച്ചെത്തി യാത്ര തുടങ്ങി.
ഞങ്ങളെ കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വേണ്ടി 2 ബസ്സിലെയും ഡ്രൈവർമാർ വളരെ നന്നായി യത്നിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടോൾ പ്ലാസ. ബാങ്ക് വഴിയുള്ള പേയ്മെൻറ്റ് ആയതിനാൽ യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങൾ കടന്നു പോന്നു. ഞങ്ങളുടെ പുറകെ തന്നെ മത്സരത്തിനെന്നോണം 2ാമത്തെ ബസ്സും വരുന്നുണ്ട്. ഇത്രയും സമയം റോഡിന് ഇരുവശവും വലിയ കുന്നിൻ ചരിവുകളായിരുന്നു മനോഹരമായ കാഴ്ച നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ വിശാലമായ കടൽ തീരമാണ്. ഇനി കുറച്ച് സമയം കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ലൊറേറ്റോ ദേവാലയത്തിന് അടുത്ത് എത്തിച്ചേരും. അങ്ങനെ നമ്മൾ അവസാന തുരങ്കപാതയിൽ എത്തിയപ്പോൾ ഒരു കാറുകാരൻ ലോഡുമായി വളരെ സിമ്പിളായി നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി. അങ്ങനെ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ ലൊറേറ്റോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എത്തിച്ചേർന്ന സമയം ഭക്ഷണ സമയമായതിനാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. നല്ല നാടൻ ചോറും ഇറച്ചിക്കറിയും മീൻ വറുത്തതും അച്ചാറുമൊക്കെ നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു കിട്ടിയത്. കൂടാതെ നല്ല സ്നേഹത്തോടുകൂടി ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും വിളമ്പൽ കൂടി ആയപ്പോൾ എല്ലാം ബഹുകേമമായി. എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം വിളമ്പി. ഞങ്ങളുടെ കൂടെ വന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വളരെ സന്തോഷമായി. എല്ലാവരുടെയും ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു തുടങ്ങി. ഈ മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാതാവിൻ്റെ പേരിലുള്ള ഈ ബസിലിക്ക പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഭവനം ഈ ബസിലിക്ക പള്ളിയുടെ അൽത്താരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ്. ദിനം പ്രതി ഒരുപാട് തീർത്ഥാടകർ വന്നു പ്രാർത്ഥിക്കുന്ന ഇവിടെ ദിവസവും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. മനമൊരുകി അമ്മയുടെ സന്നിധിയിൽ വന്നിട്ടുള്ളവരെ വെറും കൈയോടെ അമ്മ പറഞ്ഞു വിട്ടിട്ടില്ല. അമ്മയുടെ ആ സ്നേഹം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്കും അവസരം തന്ന ദൈവത്തിനു നന്ദി. ഇവിടെ നിന്നും
ലിഫ്റ്റ് കയറി മുകളിൽ ചെന്നിട്ട് വേണം പള്ളിയിലേക്ക് എത്താൻ. ഒരേ സമയം 2750 കിലോ, അതായത് 37 പേർ വരെ വഹിക്കാൻ ശേഷിയുള്ള ലിഫ്റ്റ് ആണിത്. ഇതിലെ ലൈറ്റുകളും മറ്റും പ്രവർത്തിക്കുന്നത് സോളാർ ഉപയോഗിച്ചാണ്. ഞങ്ങളുടെ കൂടെ വന്നവരിൽ കുറച്ചു പേർ കയറി മുകളിലേക്ക് പോയി. ഇനി ലിഫ്റ്റ് തിരികെ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലേക്ക് എത്താൻ. ലിഫ്റ്റ് അല്ലാതെ തന്നെ നടന്നു കയറുന്നതിനായി പടവുകൾ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും മുകളിലേക്ക്. മുകളിലെത്തിയപ്പോൾ ലിഫ്റ്റിനുള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോയ്ക്ക് ഒരു മങ്ങൽ പോലെ. വേഗം പുറത്തേക്ക് ഇറങ്ങി നിന്ന് പകർത്തിയ മനോഹരമായ കാഴ്ചകൾ, ഇവിടുത്തെ കെട്ടിടങ്ങളും ഞങ്ങൾ കയറി വന്ന വഴികളും കാണുവാൻ സാധിച്ചു. ഇനി പള്ളിയിലേക്ക് നടന്നുള്ള യാത്ര. റോഡ് മുറിച്ച് കടന്നപ്പോൾ തന്നെ ഫ്ലൈറ്റർ പ്ലെയിനിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. വിമാനയാത്രികരുടെയും വിമാനങ്ങളുടെയും പ്രത്യേക സംരക്ഷകയായി ലോറേത്തോ മാതാവിനെ ഇവർ വിശ്വസിക്കുന്നു. ആ നേരെ കാണുന്നതാണ് ബസിലിക്ക പള്ളി. ഞങ്ങൾ അങ്ങോട്ട് നടന്നു തുടങ്ങി. ലോറേത്തോ ദേവാലയത്തിൻ്റെ പാരമ്പര്യം തുടങ്ങുന്നത് 1291 1291 അവസാനത്തെ കുരിശ് യുദ്ധക്കാർ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് മടങ്ങിയപ്പോൾ അവർ നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് ഒപ്പം വിശുദ്ധ ദേവാലയങ്ങളുടെ സ്മരണകളും ഭക്തിസാന്ദ്രമായ വസ്തുക്കളും കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായ നമ്മുടെ രക്ഷകൻ അവതരിച്ച ക്രിസ്ത്യാനികളുടെ പാരമ്പര്യവും ഭക്തിയും നിലനിന്നിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭവനം നസ്രത്തിൽ നിന്നും യൂറോപ്പിലേക്ക് എത്തിച്ചു. 1294 ഡിസംബർ 10 ഈ ഭവനം ലോറേത്തോയിൽ എത്തി. കുരിശുയുദ്ധക്കാരാണ് ഇവിടേക്ക് ഈ ഭവനം എത്തിച്ചതെന്നും അതല്ല മാലാഖമാരാണ് ഈ ഭവനം തോളിലേന്തി ആകാശത്തിലൂടെ ഇവിടെ എത്തിച്ചതെന്നും ഐതിഹ്യമുണ്ട്. മാലാഖമാരുടെ പറക്കുന്ന വീടിൻ്റെ ഇതിഹാസം കാരണമാണ് ലോറേത്തോ മാതാവിനെ വ്യോമസേനയുടെ രക്ഷാധികാരിയായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 1586 ലോറേത്തോയ്ക്ക് നഗരപദവി ലഭിക്കുകയും പള്ളി ഒരു കത്തീഡ്രലായി ഉയർത്തുകയും ചെയ്തു. 1728 ബസിലിക്കയായി മാറി. ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ മനോഹൃദയം എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പള്ളിയെ വിശേഷിപ്പിച്ചത്. ബസിലിക്ക ദെല്ല സാന്ത കാസ എന്നാണ് സാധാരണയായി ഈ പള്ളി അറിയപ്പെടുന്നത്. ഇറ്റലിയിലെ മാർക്കയിലാണ് ലോറേത്തോ സ്ഥിതി ചെയ്യുന്നത്. ഈ ബസിലിക്കയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1468
ഇത് കംപ്ലീറ്റ് ചെയ്തത് 1587 യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുള്ള ഭക്തിക്ക് പ്രസിദ്ധമായ ഈ ബസിലിക്കായിലേക്ക് ഒരുപാട് വിശുദ്ധന്മാരും പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരടക്കം ഒരുപാട് വിശിഷ്ട വ്യക്തികളും സന്ദർശിച്ചിട്ടുണ്ട്. ബസിലിക്കയുടെ മുറ്റത്ത് കലാകാരന്മാർ ചോക്ക് കൊണ്ട് വരച്ച ചിത്രങ്ങളാണിത്. അങ്ങനെ ഞങ്ങൾ ബസിലിക്കയുടെ അകത്തേക്ക് കയറാൻ പോകുകയാണ്. ഹോളി ഹൗസിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപം കറുത്ത നിറത്തിലുള്ളതാണ്. ക്ലെമന്റ് 5 മാർപ്പാപ്പ തീർത്ഥാടകർക്ക് പാപമോചനം അനുവദിച്ചുകൊണ്ട് ഒരു പേപ്പൽ ബുൾ പുറത്തിറക്കി. അതേസമയം മാതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപം ദേവദാരു മരത്തിൽ കൊത്തിയെടുത്ത് ഹോളി ഹൗസിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ രൂപത്തിനു കീഴെയായി വിളക്ക് വച്ചു കത്തിച്ചപ്പോൾ അതിൽ നിന്നുള്ള പുകയേറ്റ് മാതാവിൻ്റെ രൂപം കറുത്തതായി എന്നും പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ എല്ലാവരും വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പള്ളിയുടെ ഓരോ ഭാഗത്തും പ്രവേശിച്ചത്. ആ കാണുന്ന പള്ളിയുടെ പ്രധാന അൾത്താരയ്ക്ക് ഉള്ളിലാണ് ഹോളി ഹൗസ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ബസിലിക്കയുടെ ഉൾവശം വളരെ മനോഹരമായ ഛായാചിത്രങ്ങൾ കൊണ്ടും മാർബിൾ കൊത്തുപണികൾ കൊണ്ടും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഈ ബസിലിക്കയുടെ അകത്തുകൂടെ നടക്കുമ്പോൾ വളരെ ഒരു ശാന്തതയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബസിലിക്കയുടെ അകത്ത് ഒരുപാട് അൽത്താരകളുണ്ട്. അതിലൊരു അൽത്താരയാണ് ഈ കാണുന്നത്.
വളരെ പ്രാർത്ഥനയോടും അതിലുപരി വളരെയധികം സന്തോഷത്തോടും കൂടി ഹോളി ഹൗസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും എലൗഡ് അല്ല, എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ വീഡിയോ പിടിക്കാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ മാതാവിൻ്റെ നസ്രത്തിലെ വീട്. ഈ ചുമരുകളാണ്, കണ്ട എത്ര പഴക്കമുള്ള ചുമരല്ലേ. നിങ്ങളെല്ലാവരും ഈ മാതാവിൻ്റെ മുമ്പിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം നേടുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിശുദ്ധ കുർബാനയും കൂടി മാതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി ഫോട്ടോയും എടുത്ത് സന്തോഷത്തോടു കൂടെ തിരികെ റോമിലേക്ക്.